കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങുമ്പോൾ ഓർഡിനറി ബസ്സുകൾ കുറവായ മലബാർ മേഖലയിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 156 ഓർഡിനറി ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. തെക്കൻ മേഖലയെ അപേക്ഷിച്ച് ബസ്സുകളുടെ എണ്ണം മലബാർ മേഖലയിൽ വളരെ കുറവാണ്. ബസ്സുകളുടെ എണ്ണം കൂട്ടിയില്ലെങ്കിൽ ഈ സേവനം കൂടുതൽ സ്ത്രീകൾക്ക് ലഭ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ പ്രധാനമായും ഉയരുന്ന ചോദ്യമാണ് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ഒരുപോലെ ലഭിക്കുമോ എന്നത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ബസ്സുകളിലെ യാത്ര ഒരുപോലെ സൗജന്യമായിരിക്കും. എന്നാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരേ അനുപാതത്തിൽ ഓർഡിനറി ബസ്സുകളില്ല എന്നതാണ് വസ്തുത. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു എല്ലാ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലും എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നുള്ളത്. എന്നാൽ അത് കാര്യത്തോടടുക്കുന്ന സമയത്ത് കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകൾ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നയമാണ് ഇവിടെ വ്യക്തമാവുന്നത്. പല പദ്ധതികളും അവർ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അധികാരത്തിലേറിയിട്ടുള്ളത്. ആ പദ്ധതികളിൽ ആദ്യം തന്നെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അത് ഭാഗികമായിട്ട് നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത്. കോഴിക്കോട്, താമരശ്ശേരി, വടകര, തൊട്ടിൽപ്പാലം, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള 156 ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുക. കോഴിക്കോടിനെ അപേക്ഷിച്ച് 4 ഇരട്ടി ബസ്സുകളാണ് തിരുവനന്തപുരത്ത് സർവീസ് നടത്തുന്നത്. അതിനാൽ ജില്ലയിലുള്ളവർക്ക് സ്വകാര്യ ബസ്സുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് സംബന്ധിച്ച് വളരെ കുറവാണ് സർവീസുകൾ ഉള്ളത്. ഈ ടൗണിൽ അല്ലെങ്കിൽ സിറ്റിക്കകത്ത് തന്നെ പ്രൈവറ്റ് ബസ്സുകളിൽ മാത്രം ആശ്രയിച്ച് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട് സ്ത്രീകൾക്ക്. ഒന്നെങ്കിൽ ഈ ഓർഡിനറി ബസ്സിന്റെ എണ്ണം കൂട്ടിത്തരിക, അതാകുമ്പോൾ കുറച്ചുകൂടി പ്രയോജനപ്പെടും. സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മൊത്തം ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വെറും 881 അതിൽ ഏറ്റവും കുറവ് ബസ്സുള്ളത് മലപ്പുറം ജില്ലയിലും. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കുമ്പോൾ എല്ലാ ജില്ലകളിലും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സേവനം എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ലഭിക്കുമോ എന്നത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഈ സേവനം ചുരുങ്ങുമ്പോൾ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവുള്ള ജില്ലകളിൽ ഒരുപക്ഷെ സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ഒരുപോലെ ലഭിക്കില്ല. ബസ്സുകളുടെ എണ്ണം എല്ലാ ജില്ലകളിലും വർദ്ധിപ്പിച്ചാൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാവുകയുള്ളൂ. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.